പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിലെ പ്രധാന വഴികളും അതിനടുത്തുള്ള കാഴ്ചകളുമാണ്. നമ്മൾ ഈ കടന്നു പോകുന്ന ബ്രിഡ്ജിന്റെ പേര് റെയിൻബോ ബ്രിഡ്ജ് എന്നാണ്. ജപ്പാനിലെ ടോക്കിയോ എന്ന സ്ഥലത്തിൻ്റെ തെക്ക് വശവും വടക്കു വശവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണിത്. ഈ ബ്രിഡ്ജിലൂടെ കടന്നു പോകുമ്പോൾ ഇടതുവശത്തായി നമ്മൾ കാണുന്നത് മനുഷ്യനിർമ്മിതമായ ഒരു ഐലൻഡാണ്. മനുഷ്യനിർമ്മിതമായ ഈ ദ്വീപ് വരുന്നതിന് മുൻപ് ഇവിടെ മുഴുവൻ വെള്ളമായിരുന്നു. പിന്നീട് മണ്ണിട്ട് നിരത്തി ഒരു ദ്വീപ് ഉണ്ടാക്കിയതാണ്. ഒരുപാട് ഓഫീസ് ബിൽഡിങ്ങുകളും റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റുകളുമുണ്ട് ഈ ദ്വീപിൽ. നാൽപ്പതും 50ഉം നിലകളുള്ള കെട്ടിടങ്ങൾ. അമ്പരച്ചുംബികളായ ഈ കെട്ടിടങ്ങൾക്കെല്ലാം ബേസിക് സ്ട്രക്ചർ മാത്രമേ ഇരുമ്പും കമ്പിയും കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ചുമരും ഈ ബിൽഡിങ്ങിൻ്റെ ഉൾഭാഗവുമെല്ലാം പ്ലൈവുഡ് തുടങ്ങിയതായിട്ടുള്ള ഭാരം കുറഞ്ഞ വസ്തുക്കൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ജപ്പാനിൽ പൊതുവെയുള്ള എല്ലാ ബിൽഡിങ്ങുകളും ഇങ്ങനെ തന്നെയാണ്. ഇതിനു കാരണം അവിടെ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന ഭൂചലനങ്ങളാണത്രേ. ഏതെങ്കിലും കാരണത്താൽ ഭൂചലനത്തിൽ ബിൽഡിങ്ങിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാലും ആളപായം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇതുമാതിരിയുള്ള കൺസ്ട്രക്ഷൻ എന്നാണ് അവിടുത്തെ ഒരു എഞ്ചിനീയർ പറഞ്ഞത്. റോഡുകളെല്ലാം വളരെ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. നമ്മുടെ നാട്ടിലും എന്നാണാവോ ഇതുമാതിരിയുള്ള ഡെവലപ്മെന്റ് വരിക. ഇതാണ് വളരെ പ്രശസ്തമായ ഡിസ്നി ലാൻഡ് ഹോട്ടൽ. ഇത് ഡിസ്നി ലാൻഡ് പാർക്കിന് അഭിമുഖമായി ആണ് സ്ഥിതി ചെയ്യുന്നത്. നോക്കൂ, ഈ പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കൂ, എന്തൊരു ഭംഗിയാണ്. കടലിനു മുകളിലൂടെയുള്ള ഈ പാലം 2ഉം 3ഉം നിലകളായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജപ്പാനിലെ സാങ്കേതിക വിദ്യ ഒന്ന് വേറെ തന്നെയാണ്. ഇത്രയും നീളം കൂടിയ ബ്രിഡ്ജിൽ 4 വരി അങ്ങോട്ടും 4 വരി ഇങ്ങോട്ടുമായി 8 വരി പാതയാണ് ഉള്ളത്. നോക്കൂ, 100ഉം 120ഉം നിലകളുള്ള ബിൽഡിങ്ങുകളാണ് ഇവയെല്ലാം. ഇതെല്ലാം കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ തന്നെ മിനിമം ഒരു 100 കൊല്ലെങ്കിലും നിൽക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി കെട്ടിയുണ്ടാക്കുന്നതാണ്.
റോഡിലുള്ള ഈ ചുവപ്പ് നിറം വളരെ നീളം കൂടിയതും വളഞ്ഞതുമായിട്ടുള്ള റോഡുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം മുഴുവൻ ടോക്കിയോ നഗരത്തിൻ്റെ കാഴ്ചകളെല്ലാം ഞങ്ങൾ കണ്ടു. പിന്നീട് പ്രധാന റോഡിലൂടെ നഗരത്തിന് പുറത്തുമുള്ള കാഴ്ചകൾ കാണുവാൻ പോയി. നഗരത്തിനുള്ളിൽ തന്നെ ഒന്നോ രണ്ടോ ബസാറും പോയി കണ്ടു ഞങ്ങൾ. ഇതെല്ലാം ഷോപ്പിംഗ് വീഥികളാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സന്ധ്യ കഴിഞ്ഞു. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നാൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ടൊയോട്ടോ കാറിൻ്റെ ഒരു മായാപ്രപഞ്ചം കാണാം. താങ്ക് യു വെരി മച്ച്.